നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് ക്വസ്റ്റ്യനും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സൈഡ്സിന്റെ മെഷർ തന്നിട്ടില്ല. ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എ ബി ഈക്വൽ ടു ക്യു ആർ. അപ്പോൾ ഈ ട്രയാങ്കിളിലെ എ ബിയും ട്രയാങ്കിൾ പി ക്യു ആറിലെ ക്യു ആറും ഈക്വൽ ആണ്. ബി സി ഈക്വൽ ടു ആർ പി. അപ്പൊ ബി സി നമുക്ക് രണ്ട് ലൈൻ കിട്ടും. ബി സി ഈക്വൽ ടു ആർ പി. ബി സിയും ആർ പിയും ഈക്വൽ ആണ്. നെക്സ്റ്റ് സി എ. അപ്പൊ എന്ത് ചെയ്യാം? 3 ലൈൻസ് ഇട്ടും സി എ ഈക്വൽ ടു പി ക്യു. അപ്പൊ രണ്ട് ട്രയാങ്കിളിലും ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ എന്ന് കിട്ടി. ആംഗിൾസ് നമുക്കറിയില്ല. ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ സി കണ്ടുപിടിക്കാം. അത് നമുക്ക് ഈസിയാണ്. നമുക്കറിയാം സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഇസ് 180. അത് വെച്ച് നമുക്ക് ഈ ആംഗിൾ സി കണ്ടുപിടിക്കാം. അത് ആംഗിൾ സി കണ്ടുപിടിക്കാം. ആംഗിൾ സി ഈക്വൽ ടു എന്ത് ചെയ്യണം? 180ന്ന് ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് മൈനസ് ചെയ്യണം. 180 മൈനസ് 40 പ്ലസ് 60. That is equal to 180 minus 40 plus 60, 100. 180 minus 100, that is equal to 80. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു 80 കിട്ടി. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആറിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ ആംഗിളും ഇപ്പോൾ കിട്ടി. ആംഗിൾ എ 40, ആംഗിൾ ബി 60, ആംഗിൾ സി 80. അപ്പൊ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ എല്ലാ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾസ് തന്നെയാണ്. 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി തന്നെയാണ്. എന്താ കാരണം? ആ രണ്ട് ട്രയാങ്കിളിന്റെയും സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിളിന്റെയും മെഷർ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. അതിന് നമ്മൾ എന്ത് വേണം? സൈഡ്സ് നോക്കി ആംഗിൾസ് എഴുതണം. ഇവിടെ എ ബിയും ക്യു ആറും ആണ് ഈക്വൽ സൈഡ്സ്. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി 80 ആണ്. അപ്പൊ അതുപോലെ തന്നെ ക്യു ആറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ പി ആണ്. ആംഗിൾ പി 80 ആണ്. ഫിഗർ നോക്കിയാണ്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ 40 ആണ്. ബി സിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ആർ പി ആണ്. അതായത് ഇതാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് സൈഡ് എ സി. എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബി ആണ്. 60 ഡിഗ്രി ആണ്. എ സിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് പി ക്യു ആണ്. അപ്പൊ പി ക്യുവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ പി ഈക്വൽ ടു 80 ഡിഗ്രി, ആംഗിൾ ക്യു ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ആർ ഈക്വൽ ടു 60 ഡിഗ്രി. എല്ലാ മെഷേഴ്സും കിട്ടി. ഈക്വൽ സൈഡ്സ് ശ്രദ്ധിച്ചെഴുതുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും കൃത്യമായിട്ട് എഴുതുക. ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഈ പ്രോബ്ലംസ് ചെയ്യാറുള്ളത്. ഒന്ന് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണ്. ആ രണ്ട് ട്രയാംഗിൾസിന്റെ ആംഗിൾസ് കൃത്യമായി കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഐഡിയ കൂടി ഉപയോഗിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ട്രയാംഗിൾസ് ബിലോ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ക്യു, സി എ ഈക്വൽ ടു ആർ പി. രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. അതിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. രണ്ട് ആംഗിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. എ ബി ഈക്വൽ ടു ക്യു ആർ. എ ബി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി സിയിലെ എ ബിയും ട്രയാങ്കിൾ പി ക്യു ആറിലെ ക്യു ആറും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡാണ് ഈക്വൽ. നമുക്ക് ഏത് സൈഡാണ് ഈക്വൽ എന്ന് അറിഞ്ഞാലാണ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്തത് ബി സി. രണ്ട്
രണ്ട് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ബി സി ഈക്വൽ ടു പി ക്യു. പി ക്യു എന്ന് പറയുന്നത് ഈ സൈഡ്. അടുത്തത് സി എ ഈക്വൽ ടു ആർ പി. സി എ, അപ്പൊ 3 ലൈൻസ് വരച്ചു. സി എ ഈക്വൽ ടു ആർ പി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാം ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. നമുക്ക് ഓരോ സൈഡായിട്ട് നോക്കാം. അപ്പൊ എ ബി എന്നുള്ള സൈഡും ആർ ക്യൂ എന്നുള്ള സൈഡും ഈക്വൽ ആണ്. എ ബിയും ആർ ക്യൂവും ഈക്വൽ ആണ്. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സിയും ആർ ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ പിയും ഈക്വൽ ആണ്. അതുപോലെ അടുത്ത രണ്ട് പേരെന്ന് പറയുന്നത് ബി സിയും പി ക്യൂവും ഈക്വൽ ആണ്. അപ്പൊ ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ ഇവിടെ തന്നിട്ടുണ്ട്, എയും. അടുത്തത് പി ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആറും ഈക്വൽ ആണ്. നമ്മൾ അവിടെ രണ്ട് ലൈൻ വരച്ചു. അടുത്തത് സി എ ഈക്വൽ ടു ആർ പി എന്നുണ്ട്. സി എയും പി ആറും. അപ്പൊ സി എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ 3 ലൈൻസ് വരച്ചു. അതുപോലെ പി ആറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഓരോ ആംഗിൾ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഈക്വൽ ഉള്ളത് ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണ്. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ സി. ഈ രണ്ട് ആംഗിളും നമുക്കറിയില്ല. അടുത്തത് ആംഗിൾ എയും 2 ലൈൻ വരച്ചത് ആംഗിൾ ആറും. ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ആംഗിൾ എ എത്രയെന്ന് തന്നിട്ടുണ്ട്? 60 തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ ആർ കിട്ടി. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അതിൽ ആംഗിൾ ക്യൂ ഈക്വൽ ടു 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആംഗിൾ എ ആംഗിൾ ബി കിട്ടി, ആംഗിൾ ആറും ആംഗിൾ ക്യൂവും കിട്ടി. ഇനി രണ്ട് ആംഗിളും കൂടി കിട്ടാനുണ്ട്, ആംഗിൾ ബി ആംഗിൾ സി. അപ്പൊ ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾ എ 16 കിട്ടി, ആംഗിൾ ബി 17 കിട്ടി. അപ്പൊ നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കാലോ. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ 180 ആണ്. അപ്പൊ ഈ 180ന്ന് ഈ രണ്ടിന്റെയും കൂടി സമ്മ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 180 മൈനസ് 60 പ്ലസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 70 130 ഈക്വൽ ടു 50 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. നമുക്കറിയാം ആംഗിൾ പിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾ എ കിട്ടി, ആംഗിൾ ബി കിട്ടി, ആംഗിൾ സി കിട്ടി. ട്രയാംഗിൾ പി ക്യു ആറിലെ ആംഗിൾ പി കിട്ടി, ആംഗിൾ ആർ കിട്ടി, ആംഗിൾ ക്യൂ കിട്ടി. അപ്പൊ ഈ രണ്ട് ട്രയാംഗിളിന്റെയും എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th question. Are the angles of triangle ABC and triangle ABD equal in the figure above y? ഇവിടെ രണ്ട് ട്രയാംഗിൾ തന്നിട്ടുണ്ട്, ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എ ബി ഡിയും. ഈ രണ്ട് ട്രയാംഗിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. മെഷർ നോക്കണ്ട, ആംഗിൾസ് ഈക്വൽ ആണോ അല്ലേ എന്ന് നോക്കിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ അതിന്റെ റീസണും പറയണം. അപ്പൊ നമ്മൾ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട് നമുക്ക്. അതായത് എ ഡി, എ സി, ബി സി, ബി ഡിയും തന്നിട്ടുണ്ട്. അപ്പൊ ട്രയാംഗിൾ എ ബി സിയിലെ എ സി എന്നുള്ള സൈഡും ട്രയാംഗിൾ എ ബി ഡിയുടെ എ ഡി എന്നുള്ള സൈഡും ഈക്വൽ ആണ്. അതായത് ഈ രണ്ട് ട്രയാംഗിളിന്റെയും ഈ സൈഡ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ബി ഡിയും ബി സിയും ഈക്വൽ ആണ്. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആയി. തേർഡ് സൈഡും കൂടി ഈക്വൽ ആയി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാംഗിൾസിന്റെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. തേർഡ് സൈഡ് ഏതാ? എ ബി ആണ്. ട്രയാംഗിൾ എ ബി സിയിലും എ ബി ആണ്, ട്രയാംഗിൾ എ ഡി ബിയിലും എ ബി ആണ്. അപ്പൊ എ ബി കോമൺ ആണ്. അപ്പൊ ദാറ്റ് മീൻസ് ഓൾ ദ സൈഡ്സ് ഓഫ് ദീസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. അതായത് എ സി ഈക്വൽ ടു എ ഡി, ബി സി ഈക്വൽ ടു ബി ഡി, എ ബി ഈസ് കോമൺ ദർ. ദാറ്റ് മീൻസ് എ ബി ഈക്വൽ ടു എ ബി.
ഈ സൈഡ്സ് ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡ്സ് ആണ്. ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡ്സ് എ സി ബി സി എ ബി. ട്രയാങ്കിൾ എ ഡി ബിയുടെ സൈഡ്സ് എ ഡി ബി ഡി എ ബി. ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സും ട്രയാങ്കിൾ എ ഡി ബിയുടെ 3 സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസും ഈക്വൽ ആണ്. റീസൺ എന്താ? ഈ രണ്ട് ട്രയാങ്കിളിന്റെയും 3 സൈഡ്സ് ഈക്വൽ ആണ്. അതാണ് റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ എ ബി ഈക്വൽ ടു എ ഡി ബി സി ഈക്വൽ ടു സി ഡി കമ്പ്യൂട്ട് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഇവിടെ ഈ ആംഗിളും കിട്ടിയിട്ടുണ്ട്, ഈ ആംഗിളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. ഇത് എല്ലാം കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് എ ബി ഈക്വൽ ടു എ ഡി, അതായത് ഈ സൈഡും ഈക്വൽ ആണ്. ബി സി ഈക്വൽ ടു സി ഡി. ക്വാഡ്രിലാറ്ററിന്റെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അതെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ കണ്ടുപിടിക്കണം, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. തന്നിട്ടുള്ള ആംഗിള് ക്വാഡ്രിലാറ്ററിന്റെ ആംഗിള് അല്ല തന്നിട്ടുള്ളത്, അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ ഈ ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണല് എ സി എന്നുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. ഡയഗണല് എ സി വരച്ചപ്പോൾ നമുക്ക് 2 പാർട്സ് ആക്കി കിട്ടി. രണ്ടും ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ട്രയാങ്കിൾസിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നു. അപ്പൊ ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ബി സി, ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽ വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ എ ബി സിയും. ട്രയാങ്കിൾ എ ഡി സിയിലെ എ ഡി എന്നുള്ള സൈഡും ട്രയാങ്കിൾ എ ബി സിയിലെ എ ബി എന്നുള്ള സൈഡും ഈക്വൽ ആണ്. അത് തന്നിട്ടുള്ളതാണ്. ട്രയാങ്കിൾ എ ഡി സിയിലെ ഡി സി ഈക്വൽ ടു ബി സി. 2 സൈഡ് കിട്ടി. 3 സൈഡ്സും ഈക്വൽ ആയാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ആ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. അപ്പൊ അടുത്ത സൈഡ് എ സി. ട്രയാങ്കിൾ എ ഡി സിയുടെ അടുത്ത സൈഡും എ സി ആണ്, ട്രയാങ്കിൾ എ ബി സിയുടെ അടുത്ത സൈഡും എ സി ആണ്. അതായത് എ സി കോമൺ ആണ്. അപ്പൊ നമുക്ക് തേർഡ് സൈഡായ എ സി ഈക്വൽ ടു എ സി കിട്ടി. അതായത് എ ബി ബി സി സി എ ഈ 3 സൈഡും ട്രയാങ്കിൾ എ ഡി സിയുടെ എ ഡി ഡി സി എ സിക്ക് ഈക്വൽ ആണ്. അതായത് ഈ 2 ട്രയാങ്കിളിന്റെയും 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 2 ട്രയാങ്കിളിന്റെയും ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നു. അപ്പം ഇവിടെ ഈ സൈഡും ഈക്വൽ ആണ്. ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. അപ്പൊ 2 ട്രയാങ്കിളിന്റെയും ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് 50 ഡിഗ്രി ആണ്. ഇതും ഈക്വൽ ആണ്. ഇത് 50 ആണ്, ഇതും 50 ആണ്. അടുത്ത ഈക്വൽ സൈഡ്സ് എന്ന് പറയുന്നത് സി ഡിയും ബി സിയുമാണ്. അപ്പൊ സി ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിള് ഇതാണ്. അതുപോലെ ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിള് ഇതാണ്. നോക്കാൻ വിഷമം ഉണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയാൽ നമുക്ക് ഈക്വൽ സൈഡ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിള് ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇത്. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിൾ 30 ആണ്, അതുകൊണ്ട് ഈ ആംഗിളും 30 ആണ്. ഇപ്പൊ ക്വാഡ്രിലാറ്ററലില് ആംഗിൾ എ എത്രയെന്ന് കിട്ടി? ആംഗിൾ അറിയണമെങ്കിൽ എന്ത് വേണം? ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ മതി. 30 + 30. അപ്പൊ ആംഗിൾ എ എത്രയാ? 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ കിട്ടി 60 ഡിഗ്രി. അടുത്ത ആംഗിൾ സിയും
നമുക്കറിയാം, ഇപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത ആംഗിൾ സി കിട്ടും. 50 + 50 100. ആംഗിൾ സി കിട്ടി 100 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും അറിയണം. അപ്പൊ ആംഗിൾ ഡി കണ്ടുപിടിക്കാൻ ട്രയാങ്കിൾ എ ഡി സി നോക്കിയപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ആംഗിളും അറിയാം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അപ്പൊ 180 മൈനസ് ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 30 50. 30 + 50. 180 മൈനസ് 80 that is equal to 100 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഡി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ 30 + 50 ആണ് ഇവിടെ. അപ്പൊ ഇവിടെയും എന്ത് കിട്ടി? 100 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ബി 100 ഡിഗ്രി, ആംഗിൾ ഡി 100 ഡിഗ്രി. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും ഇപ്പോൾ കിട്ടി. ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ ബി 100 ഡിഗ്രി, ആംഗിൾ സി 100 ഡിഗ്രി, ആംഗിൾ ഡി 100 ഡിഗ്രി. 4 ആംഗിൾസും കിട്ടി. ഉപയോഗിച്ച ഐഡിയ ഏതാ? സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ എല്ലാ ആംഗിൾസും ഇപ്പോൾ കിട്ടി. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ട്രയാങ്കിളിന്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഈക്വൽ ആയ രണ്ട് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അതായത് സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾസിനെ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നു. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നു. ഒരു പേര് കൂടി ഉണ്ട്, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്നും പറയും, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്നും പറയും. അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ആണ് പഠിച്ചത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? 3 സൈഡ്സ് ഈക്വൽ ആയാൽ that 2 triangles are congruent triangles. അടുത്ത ടൈപ്പ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.